കല്ലുമ്മക്ക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പറയും? നമ്മളെ കടുക്കാന്ന് പറയും. അപ്പൊ ആ കടുക്ക വെച്ചിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ പാൻ ചൂടാവാണ് കേട്ടോ. നമ്മുടെ ഉമ്മച്ചി ഇവിടെ ഉമ്മച്ചി നല്ല ചോറും പരിപ്പ് താളിച്ചതും അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഉമ്മച്ചി പോയി. അപ്പൊ ഫ്രീസറിൽ എന്നോട് പറഞ്ഞ് കടുക്കുണ്ട്, എനിക്ക് വേണമെങ്കിൽ പൊരിക്കേ ഫ്രൈ ആക്കി ചെയ്തോട്ടോ. കേട്ട പാതി കേൾക്കാതെ പാതി ഞാൻ ഫ്രൈ ആക്കാൻ വന്നു. കുറച്ച് ചോറും പരിപ്പ് കറി, കുറച്ച് ഫ്രൈയും ആ ഒരു ചമ്മന്തി കൂട്ടി ഇങ്ങനെ എന്തോ ടേസ്റ്റ് തരും. വെള്ളം വരുമായിരുന്നു. അപ്പം നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എന്താണ് വെളിച്ചെണ്ണ, ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടെ, പേസ്റ്റ് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കട്ടെ. ഉള്ളി അപ്പം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം വേഗം ഒന്ന് എന്താ പറയുക വാടുക അല്ലെങ്കിൽ താളുക. അങ്ങനെ താളിക്കുമ്പോൾ എന്താ പറയുക ഉള്ളി ഒന്ന് വാടിക്കണ ഈ സമയത്ത് കുറച്ച് 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ കല്ലുമ്മക്ക അല്ലെങ്കിൽ കടുക്ക, നമ്മൾ കടുക്കാന്നാ പറയട്ടോ. നിങ്ങൾ അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇട്ടെടുക്കും. ഇതാണ് കടുക്ക. ഇതിന്റെ പാർട്സ് ഒക്കെ എടുത്തുക്കണം അവിടെ ഇവിടെയൊക്കെ. എന്താ ചെയ്യാ, നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം. കടുക്ക ഇട്ട് കഴിഞ്ഞ ശേഷം വീണ്ടും നമുക്ക് നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും മൂടി വെക്കുക. അപ്പോൾ നമ്മൾ തക്കാളി നല്ലോണം വെന്തിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, പൊടികളൊക്കെ മൂക്കിലേക്ക് വലിഞ്ഞ് കയറിന്നാ തോന്നുന്നത്. ഒരു സ്പോടൊക്കെ പത്തിട്ടുണ്ടാവും. അപ്പം മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. മഞ്ഞപ്പൊടി കുറച്ചൊരു കളറിൽ ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതാ നന്നായിട്ട് ഇങ്ങനെ വെന്തിക്കണ്, അടിപൊളിയായിട്ട് വന്നൊക്കെ നല്ല സ്മെല്ലാണ്. സിമ്മിൽ വെക്കുക, ഫ്ലെയിം കൂട്ടണ്ട. മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉള്ള ഏതോ ഒരു പൊടി അവിടെ ഇവിടെയൊക്കെ അയക്കും. നല്ല ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. താനേ ഇങ്ങനെ വെള്ളം വന്നോളൂ. ഉള്ളിയൊക്കെ അങ്ങനെ തക്കാളിയൊക്കെ. നമ്മളെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടാണ്. നമ്മളെ അടിപൊളി കടുക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിച്ചു നോക്കാം. ആദ്യം ഒരു കടുക്കെടുത്ത് കണ്ടോ വേണമെങ്കിൽ നമുക്ക് ഉള്ളിയും ആ ഒരു ഫ്രൈൻ്റെ ഇതില്ലേ അങ്ങനെ കഴിച്ചു നോക്കാം. കഴിച്ച് ഞാൻ തന്നെ കടുക്കപ്പ് തീർക്കാൻ തോന്നാം. ട്രൈ ചെയ്തൊക്കെ ഭയങ്കര ചൂട്.